ആ വരവേ ഒരൊന്നൊന്നര സ്റ്റൈലായിരിക്കും കുട്ടാ. അക്രമം വരാത്ത പക്ഷം ഞാൻ സൈലന്റ്. ഹായ് ഗൈസ്, നമ്മളിന്ന് ട്രിപ്പിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്നൊരു ട്രിപ്പാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ട്രെയിൻ കാത്തിരിക്കുകയാണ്. ട്രെയിനിൽ കയറി ഇനി തിരുവനന്തപുരത്ത് ചെല്ലണം. അവിടുന്ന് പിന്നെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അതേ ഗൈസ്, ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ ചെന്ന് തൊഴുതൊക്കെ ഇറങ്ങിയതിന് ശേഷം പിന്നെ ബാക്കി പരിപാടിയൊക്കെ നോക്കാം. അതേ ഗൈസ്, ഇപ്പോൾ നമ്മൾ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ലുലു മാൾ വരെ പോകണമായിരുന്നു. അപ്പോൾ ലുലു മാളിലെത്തിയ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഗൈസ്, നമ്മൾ ലുലു മാളിൽ ജസ്റ്റ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കയറിയതാണ് ഗൈസ്. അതായിട്ട് നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് വേണം ഫ്ലൈറ്റ് പിടിച്ച് പോകാൻ. ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് ഇനി കുറച്ച് രാത്രിയാണ് ഗൈസ് ഫ്ലൈറ്റ്. എന്നിട്ട് നമുക്ക് നേരെ ബാംഗ്ലൂരിലേക്ക് പോകണം. അപ്പോൾ നമ്മളിവിടെ എയർപോർട്ടിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാം. അപ്പോൾ ഗൈസ്, നമ്മൾ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറേ സമയമുണ്ട് ഫ്ലൈറ്റിന്. ഇനി കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതാ ഗൈസ്, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനപ്പോൾ നമുക്ക് കയറാൻ സമയമായപ്പോൾ നമ്മളിതേ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ഒരു ഫ്ലൈറ്റ് വന്ന് നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് നമ്മളിനി കയറണം ഫ്ലൈറ്റിലോട്ട്. ഈ ഫ്ലൈറ്റ് കയറാൻ സമയമായി ഗൈസ്. അപ്പോൾ നമുക്കിതേ ഫ്ലൈറ്റിലോട്ട് കയറാം. ഗൈസ്, നമ്മളിപ്പോൾ ഫ്ലൈറ്റിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗൈസ്, നമ്മൾ വിൻഡോ സീറ്റിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മൊത്തം ഫോഗ് പിടിച്ചൊന്നും കാണാൻ പറ്റാത്ത രീതിയിലായിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വിമാനം ടേക്ക് ഓഫ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നു. താഴെ നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളിവിടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ റൂമിലോട്ട് പോവുകയാണ്. അങ്ങനെ ഗൈസ്, നമ്മളിപ്പോൾ സിറ്റി കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ റൂമിലെത്തിയായിരുന്നു. പിറ്റേ ദിവസം രാവിലെയാണ് പിന്നെ ഗൈസ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. നമ്മളിപ്പം സൂവിലോട്ട് പോവുകയാണ് ഗൈസ് അവിടുത്തെ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ സൂവിലെത്തിയിരിക്കുകയാണ്. സൂ എന്ന് പറയുമ്പോൾ അത്ര വലിയ സൂ ഒന്നുമല്ല ഗൈസ്. നമ്മുടെ തിരുവനന്തപുരത്ത് അത്രയൊന്നും വലിയ സൂ അല്ല, എങ്കിലും ഒരു ചെറിയ സൂ. അവിടെ തിരിയുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മളിവിടെ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ സ്പെഷ്യലായിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഒരു വെള്ള കളറിലുള്ള ഒരു ടൈഗറുണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അത് കാണാനാണ് ആൾക്കാർ മൊത്തം വരുന്നത്. ഇവിടെ കുറേ ആനിമൽസൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആനിമൽസേ ഉള്ളൂ. ഒത്തിരി ഒന്നും ഇല്ല, നമ്മുടെ തിരുവനന്തപുരത്ത് അത്രയൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അവിടുന്ന് എടുത്ത കുറച്ച് ക്ലിപ്പാണ് നമ്മൾ ഈ കാണുന്നത്. കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഗൈസ് നമ്മളെടുത്ത ഫോട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ബൊട്ടാണിക്കൽ ഗാർഡനിൽ നമ്മൾ ഫോണിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്പാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നാമത് ക്യാമറ അലോഡല്ല, എങ്കിലും നമ്മൾ എടുക്കുന്നതേ ഉള്ളൂ. കുറച്ച് ഇവിടുത്തെയൊക്കെ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് ഗൈസ്. സൂപ്പറുള്ള സ്ഥലമാണ് ഗൈസ്. ഇവിടെ മൊത്തം ഈ മരങ്ങളും ചെടികളും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വർഷങ്ങളൊക്കെ പഴക്കമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കാണാം. ഇത് കണ്ടോ ഗൈസ്, ഒരു ലേക്കാണ് അവിടുത്തെ. ഇത് നമ്മൾ അവിടെ വലിയൊരു ക്ലോക്ക് ഉണ്ടായിരുന്നു ഗൈസ്, ചെടിയുടെ വെച്ച് എഴുതിയിരിക്കുന്നൊരു ക്ലോക്ക്. അതിപ്പോഴും ഓടുന്നുണ്ട് ഗൈസ്. ഇങ്ങനെ ഇവിടെ നമ്മളിപ്പോൾ റോഡ് അവിടെ വെച്ചിട്ടുണ്ട്. ആ റോഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ വണ്ടി കയറിയാണ് പോകുന്നത്. നടന്നു പോയിക്കാൻ കുറേ സമയം എടുക്കും. ഈ വണ്ടിയിൽ തന്നെ പോകുന്നത് 14 മിനിറ്റ് അങ്ങോട്ട് എടുക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ കുറേ പഴയ മരങ്ങളും ചെടികളും വ്യത്യസ്ത തരത്തിലെ എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ കാണാം. ഒത്തിരി മനോഹരമായ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പം അടുത്ത സ്ഥലത്തോട്ട് പോകണം. ഇവിടുത്തെ പഴയ നിയമസഭാ മന്ദിരമാണ് ഗൈസ് കാണുന്നത്. നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. നമ്മളിവിടെ നന്ദി ഹിൽസിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഗൈസ് നന്ദി ഹിൽസ്. അപ്പം നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് ഗൈസ് ഇവിടെ വരുന്നത്. നമ്മൾ ഇന്നാണ് പോകുന്നത്. കണ്ട ഗൈസ്, ഇവിടെ നിന്ന് മണ്ടയ്ക്ക് നമുക്ക് നല്ല വ്യൂസൊക്കെ കിട്ടും. ഒത്തിരി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അതാണ് കുറച്ച് കാണിക്കുന്നത്.